രാമ 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 പാഹി മാം. 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 രാക്ഷസ പ്രവരനായിടിന ഖരൻ മുമ്പിൽ പക്ഷമച്ചവനിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാശോഖരൻ. മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ച തത്ര ചൊല്ലാനെന്നോടെത്രയും വിരയേണി. വീർത്തു വീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതമാർത്തു പൂണ്ടോർത്തു ഭീത്യാ ചൊല്ലിനാളവളപ്പോൾ. മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുമുണ്ടൊത്തവ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ. രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമമൊരു ആമിനിയുണ്ട് കൂടി സീതയെന്നവൾക്കു പേർ. അഗ്രജൻ നിയോഗത്താലുഗ്രനാമവരജർ ഖഡ്ഗേന ഛേദിച്ചിടുമൽ ഉചാദികളെല്ലാം. ശൂരനായിടും നീ എന്നവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തിരുമാറിനിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്തിരിച്ചവന്നീടും മമ നിശ്ചയമറിഞ്ഞാലും. എന്നിവ കേട്ടു ഖരൻ കോപത്തോടുര ചെയ്താൻ. ദുർനയമേറെയുള്ള മനുഷാധമന്മാരിൽ ഒന്നു മൽഗനിപ്പു ഭക്ഷിപ്പാൻ ഒടുക്കണമെന്നതിനാശു 14 പേർ പോക നിങ്ങൾ. നീ കൂടെ ചെന്നു ആട്ടി കൊടുത്തിടുന്നാളിവരാ ഊതം വരുത്തിയിടും നിനക്കുമടിയാതെ എന്നവളോടു പറഞ്ഞയച്ചാൻ. കരനേറ്റ് മുന്നതന്മാരാം 14 രാക്ഷസരെയും ശൂലമുക്ത കരമുസലാസി ചാപേഷ ശുഭിന്ധി പാനാദി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധന്മാരായി ചെന്നു യുദ്ധ സന്നദ്ധന്മാരായി അടുത്തോരതോ നേരം. ബന്ധവൈരേണ 14 ഒരുമിച്ചു ശത്രുഹം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ. മിത്ര ഗോത്രോത്ഭൂതനാമുത്തമനോത്തമൻ രാമൻ ശത്രുക്കളയച്ചൊരു ശത്രുഹം വരും നേരം പ്രത്യേകമോരോ ശരം കൊണ്ടവർ ഖണ്ഡിച്ചുടൻ. പ്രത്യർത്ഥി ജനത്തെയും വധിക്കാനോരോന്നിനാൾ. ശൂർപ്പണയെയും അതു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുമ്പിൽ വീണലറിനാൾ. എങ്ങോ പോയി കളിഞ്ഞിതു നിന്നോട് കൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 ചൊല്ലുക നീ. അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതവണ്ണം
പോയാർത്തെ ഓട്ടവർ എന്തു ശൂർപ്പണകയും ചൊല്ലിനാളത് കേട്ടു വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാനതു നേരം പോരിക നിശാചര 14,000 പോരിനു ദോഷണനു മനുജൻ ത്രിശിരസ്സും ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസ്സും പടയും പുറപ്പെട്ടു വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോട് യുദ്ധം ചെയ്വതിന്നുഴച്ചോടി രാക്ഷസപടയുടെ രൂക്ഷമാം കോലാഹലം ഏർപ്പായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ഡം നടുങ്ങുമാറെന്തൊരു ഘോഷമിതു നമ്മോട് യുദ്ധത്തിനു വരുന്നൊരക്ഷോബലം ഘോരമായിരിപ്പോരു യുദ്ധവുമുണ്ടാമിപ്പോൾ ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കി ഒന്നു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊൽവാൻ മാനസേ നിനക്കു സന്ദേഹമുണ്ടായില്ലടോ മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെന്നെയാണയുമിട്ടു ഉറ്റ അറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ ലക്ഷ്മീ ദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമമ്പുപ്പാൻ ചാപപാനങ്ങളെയുമെടുത്തു പരിഹരമോ ഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നത്തഞ്ചരന്മാരൊക്കെ വന്നൊരുമിച്ചു ശത്രുഹം പ്രയോഗിച്ചാർ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചതു വേഗാൽ പുഷ്കരനേത്രന്മേൽ തക്ഷണമവയെല്ലാം ഇതു ഖണ്ഡിച്ചു രാമൻ രക്ഷോവീരന്മാരെയും സായകാവലി തോന്നി നിഗ്രഹിച്ചിതു നിശിതോഗ്രബാണങ്ങൾ തന്നാൽ അഗ്രേ വന്നടുത്തൊരു രാക്ഷസപടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണതു നേരമുഗ്ര സന്നിഭനായ രാമനോടടുത്തിതു തോയിനാൻ ബാണഗണമറ്റവരെ രഘുവരൻ വേഗേന ശരങ്ങളാലിൻ മണിപ്രായമാക്കി 4 ബാണങ്ങളിതു തുരകം 4-നെയും ആലവേശ്മനി ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ചു തൻ ഏതുമം അഴിഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ പിൽപ്പാടു ശതഭാരായ സനിർമ്മിതമായ എൽപ്പേറും പരിഹവും ധരിച്ചു വന്നാനവൻ തൽബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി തൽപരിഹത്താൽ പ്രഹരിച്ചിതു സീതാപതി മസ്തകം പിളർന്നവനുർവിയിൽ വീണു സമവർത്തിപത്തനും പ്രവേശിപ്പിതു ദോഷണൻ വീണ നേരം വീരനാം ത്രിശിരസും രോഷേണ 3 ശരം കൊണ്ടു രാമനെ എയ്താൻ 3 ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളെയ്താൻ 3 മേതുടൻ മുറിച്ചിടിനാൻ ത്രിശിരസും
100 ബാണങ്ങളെയ്താനന്നേരം ദാശരഥി 100 ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ. അവയും മുറിച്ചവനായുധം ബാണമെയ്താൻ. അവനീ പതിവീരനവയും നുറുക്കിനാൻ. അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാലുത്തമാംഗങ്ങൾ 3 മുറിച്ചു പന്താടിനാൻ. അന്നേരം ഹരനാദിത്യാഭതേടിടും രഥം തന്നിളം മാറു കരയേറി ഞാണൊലിയിട്ടു. വന്നു രാഘവനോടു ബാണങ്ങൾ തൂയിടിനാനൊന്നിനൊന്നെയ്തു മുറിച്ചിടിനാൻ. അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടു ഹരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി. നിഷ്ഠുരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ. മുഷ്ടിദേശേ ബാണമേധാശുഖരൻ. ചക്രിയും നുറുക്കിനാൻ. ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നിടിനാനതു നേരം. താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടമെന്നുര ചെയ്താർ. ജയിപ്പോതാക രാമൻ ജയിപ്പോതാക എന്നു ഭയത്തോടമരരും താമസന്മാരും ചെന്നാർ. തൽക്കാലേ കുംഭോദ്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കൈയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം മുഖ്യവൈഷ്ണവചാപം കൈകൊണ്ടു നിൽക്കുന്ന നേരം. ദിക്കുകളൊക്കെ നിറഞ്ഞോരു വൈഷ്ണവ തേജസ്സുൾ കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെയപ്പോൾ. കണ്ടിച്ചാൻ ഹരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ. സോദരെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാതിനായകടുത്തിടിന നേരത്തിങ്കൾ. മറ്റൊരു തേരിൽ കയറിനാനാശോകരൻ. തെറ്റെന്നു പൊടിച്ചിതു രാഘവനുമതുമപ്പോൾ. പിന്നെയും ഗതയുമായടുത്താനാശുഖരൻ. ഭിന്നമായിനാൻ വിശിഖങ്ങളാനതും രാമൻ. ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്നസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. ഘോരമാം ആഗ്നേയാസ്ത്രമേതതു രഘുവരൻ. വാരുണാസ്ത്രേണ തടുത്തിടിനാൻ ചിതശ്രമം. പിന്നെ കൗബേരമസ്ത്രമേതത്രേന്ദ്രാസ്ത്രം കൊണ്ടു മന്നവിൽ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. നേരുതമസ്ത്രം പ്രയോഗിച്ചിതു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ. വായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ. തടുത്തതു കണ്ടു രാക്ഷസവീരൻ. ഗാന്ധർവമയച്ചതു ഗൗഹ്യസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു കരനും കോപത്തോടെ. ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ. ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ. തീക്ഷ്ണ
ശാസ്ത്രമേതൊരു ഉപതി വൈശാസ്ത്രേണ അളഞ്ഞാസ്യുമുന്നമ്പുതാൻ സാരഥി തന്നെ ഒന്നു തുരകങ്ങളെ ഒന്നു പേരുമെപ്പേരും പൊടിപെടുത്തു അളഞ്ഞപ്പോൾ യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതി ക്രോധേന രഘുവരനോടടുത്തിടുന്നേരം ഇന്ദ്രദേവതമസ്ത്രമയച്ചോരളവു ചെന്നിന്ദ്രാനി തലയറുത്തിടിനാൻ ജഗന്നാഥൻ വീണിതോ ലങ്കാനഗരോത്തരദ്വാരേ തല തോണിപൂ ഇതു വന്നു ബാണവുമതു നേരം കണ്ടു രാക്ഷസരെല്ലാം അവരുടെ തലയൊന്നു കുണ്ഠഭാവേന നിന്നു സംശയം തുടങ്ങിനാർ കരദൂഷണ ത്രിശിരകളെല്ലാ നിശാചരവരും 14,000 വരിച്ചിതു നാഴിക 3 മുക്കാൽ കൊണ്ടു രാഘവൻ തന്നാലൊഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ ദിവ്യവിഗ്രഹമതു നേരം ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പക്കൽ നിന്നു മാനസേ പുനരവനേരുമതു നേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാർ പലതരം നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ സമസ്താപഹരം സേവ ആഭീഷ്ടപ്രദം സമസ്തേശ്വര ദയാവാരിധേ രഘുപതേ രമിച്ചിടണം ചിത്തം ഭവതി രമാപദേ തൽപാദാംബുജം നിത്യം ധാനിച്ചു മുനിജനമുത്ഭവമരണതു അങ്ങളെ അളയുന്നു മുൾപ്പാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ദേവീ ഭ്രമം തീർത്തു സംസാര വൃക്ഷമൂല ചേതന ഉദ്ധാരമായി ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതു മൂലമോർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവാൻ ഞാനും ഭൗമം രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരനതു മൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണമാനന്ദ സ്വരൂപനാം നിന്തിരുവടിനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുപരൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു വിഗ്രഹേന്ദ്രിയമന പ്രാണഹങ്കാരാദികൾ ഒക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ ജാഗ്രത സ്വപ്നാദ്യ വ്യവസ്ഥാഭേദങ്ങൾ ഉമീതേ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേഹം ബാല്യ ഔമാരാദികളാഗമാപായികളാം ആനാദിഭേദങ്ങൾക്കും സാക്ഷിയായി മീതെ നിൽക്കും
പരമാത്മാവു പരബ്രഹ്മമാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നു കൂടും. ഈ വണ്ണമുപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗൽ കാരണൻ ദാശരഥി രാഘവൻ മുന്നേമോ നാഴിക കൊണ്ടു ഒന്നാൻ വേഗേന 14,000 രക്ഷോബലം സൗമിത്രി സീതാദേവി തന്നോടു കൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ. ശത്രുഘ്നനിരുത്തമാം ഭദ്രവിഗ്രഹം കണ്ടു മുക്തഭാഷ്പോദം വിദേഹാത്മജമന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറുപ്പിച്ചിടിനാളൊക്കവേ പൊണ്ണുമുത്തിൻ വടവും മാറ്റിയിടിനാൾ. യശോവീരന്മാർ വീണു ഇടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജഹൃദി വിസ്മയം തേടിയിടിനാൻ. രാവണൻ തൻ്റെ വരവുണ്ടതിനിപ്പോളെന്നു ദേവദേവനു മരുൾ ചെയ്തിരുന്നരുളിനാൻ. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം. യുദ്ധം ചെയ്തതും ഖരദോഷണ ത്രിശിര സിന്ധിയെ പ്രാപിച്ചതും 14,000 താപസരോടറിയിച്ചു നീ വരിയെന്നു പാപനാശനരുൾ ചെയ്തയച്ചോരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാനമിത്രാന്തകൻ ഹരൻ മരിച്ച വൃത്താന്തങ്ങൾ. റമത്താളിനി കാലം വൈകാതെയൊടുങ്ങിയിടുമാമർത്യ വൈരികളെന്നുറച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ. പല രാശികൾ മായ തട്ടായ്വാൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാർ. ലക്ഷ്മണനവ 3 കൊണ്ടുവന്നാശുരാമൻ തൃക്കാൽ വച്ചു തൊഴുതേടിനാൾ ഭക്തിയോടെ. അങ്കുലീയമെടുത്തംബുജ വിലോചനനങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ. കവചവും ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാനരുളിനാൻ. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജന ശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുൻപിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോടവനു മുര ചെയ്താൽ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോടു പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ ഹൃദാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാനൊടുക്കുവൻ. സത്യം ചൊല്ലെന്നേരം മുര ചെയ്താളെത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസത്തൻ സ്ത്രീജിതനതിശാനെന്തറിഞ്ഞിരേ
രാജാവെന്നെന്തു കൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥ. ചാരചക്ഷുസും വിചാരവുമില്ലേതു നിത്യം. നാരീ സേവയും ചെയ്തു ഇടന്നീടെല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഹരദൂഷണ തൃശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാനെന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ. എന്നോടു ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നു എന്തൊരു മൂലമവൻ കൊല്ലുവാനെന്നുമെന്നാലന്ത എന്തനിക്കു നൽകിയിടുമവന് ഞാൻ. സോദരീ ചൊന്നാളതു കേട്ടു രാവണനോടു. യാതുധാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനേ സഞ്ചരിച്ചിടും കാലം ആനന്ദത്തോടെ ചെന്നു ഗൗതമീ തടമ്പു സാനന്ദം പഞ്ചവടി കണ്ടു ഞാനിൽ കൊന്നേരും. ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേ ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു. ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമാധാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളോ വണ്ണം മറ്റില്ലല്ലോഹത്തിങ്കൾ. ദേവഗന്ധർവനാഗമാനുഷനാരിമാരിലേവം ആത്മാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതുമിന്ദ്രാണി താനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോളനുങ്കനും ദേവതയൊരാളവളല്ലോ. തൽപതിയാവും പുരുഷൻ ജഗൽപതിയെന്നു കൽപ്പിക്കാമി അല്പമില്ലൽപ്പവും ഇതിനെപ്പോൾ. തൽപത്നിയായിടുവാൻ തക്കവളിവളെന്നു കൽപ്പിച്ചു കൊണ്ടെങ്ങു പോന്നിടുവാനൊരുമ്പെട്ടോൻ. മൽപുജനാസാകർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്താൽ വൃത്താന്തം ഖരനോടു ചെന്നു ഞാനറിയിച്ചേൻ. യുദ്ധാർത്ഥം നത്തഞ്ചരാനീ ഇനിയോരുമവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം. നാഴിക 3:45 കൊണ്ടവനൊടുക്കിനാൻ ഭസ്മമാക്കിടും പിണങ്ങിടുയിൽ വിച്ചും ക്ഷണാൽ. വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കണ്ണിൽ നേർമിഴിയാളാം ജാനകി ദേവിയപ്പോൾ നിന്നുടെ ഭാര്യയായി ജന്മസാഫല്യം വരും. തത്സഹായത്തിങ്കലാക്കിടുവാൻ
തക്കവണ്ണമുത്സാഹം ചെയ്തിടുയിലെത്രയും നന്നു ഭവാൻ. സാമർഥ്യങ്ങളെല്ലാം പൽആശിയാമവളുത്സംഗേ വസിക്കുണ്ടാകുന്നു ദേവാരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ, കാമബെറിയും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ. മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരികയുള്ളൂ. സോദരീ വചനങ്ങളിങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം. തന്നെ മണിയറ തന്നിലങ്ങകം പൊക്കാൻ വന്നതില്ലേതും നിന്ദ്ര ചിന്തയുണ്ടാകമൂലം. എത്രയും ചിത്രമോർത്തോളമിതമൊരു മർത്യനാൽ ഒന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ടു ശക്തനാം നത്തഞ്ചരപ്രവരൻ യുദ്ധവൈദഗ്ധ്യമേറും സോദരനിരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോയി. വ്യക്തം മാനുഷനല്ല രാമനെന്നതു നൂനം, ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈ അമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ. ദാതാവും മുന്നം പ്രാർത്ഥിച്ചൊരു ആരണമിന്നു ഭൂതലേരുകൂലേ മർത്യനായി പിറന്നിപ്പോൾ. എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസരാജ്യമെന്നാലല്ലെന്നു കൊണ്ടും മനസ്സിനിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നു കൊണ്ടും. ഇത്തമാധനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടു കൂടത്യാനന്ദവും പൂണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞത രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ. വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല ഇലേശൻ. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുവുമുദയാർത്തി മൂർധന്തനി വന്നു. തേരത്തിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരാവാരപാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാനതിദ്രുതം ഘോരനാം ദശാനനൻ. ആര്യഗൗരവത്തോടു മൗനവും പൂണ്ടു ജഡാവൽ എല്ലാതെയും ധരിച്ചാനന്ദാത്മനായ രാമനെ ധ്യാനിച്ചൊള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിന മാരീചനും. ലോകൈ ആത്മനാ ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രാവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും
ഉത്ഥാനവും ചെയ്തു പൂണ്ടു കൊണ്ടോം തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ. യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും, എന്തൊരാഗമനമിതേനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷനായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യം കേട്ടു രാവണൻ ചൊന്നാനാരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടുന്നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരുണ്ടുപോൾ. രാമലക്ഷ്മണന്മാരെന്നിരുവരും അധികാരം കോമളദാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യെ വന്നു വാഴുന്നിതവർ ബലാലെന്നുടെ ഭഗിനി തൻ നാസികാഭുജങ്ങളും കർണവും ഛേദിച്ചത് കേട്ടുടൻ ഹരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താനേനായിട്ടെതിർത്തോരണത്തിങ്കൽ. കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ. ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോനേടുവനതിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ. കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അറ്റി ദൂരത്താപ്പു വാമഗാത്രിയെയപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തി ഗന്ധർവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നായിൽ. നല്ലതല്ലേലും നിനക്കിതൊഴിലറിയ നീ. രാമചന്ദ്രനിലുള്ള വീതി ഉണ്ടതാരിൽ മാമഹേ രാജരത്നരണിമലരഥാദികൾ. കേൾക്കുമ്പോൾ അതിഭീതനായുള്ളു ഞാനോ നിത്യം. രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീ. ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ. ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ. പൗലസ്ത്യ പ്രഭോ പത്മസംഭവൻ മുന്നും പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലു എന്നോത് കേട്ടു ചിന്തിച്ചു വിധാതാവുമർപ്പിച്ചു ദയാനിധേ.
നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തി അന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ ദേവതാപസർ എല്ലാം. മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊണ്ടു അഭക്ത്യ പോയാലും പുരമ്പു സുഖിച്ചു വസിക്ക നീ മായാമാനുഷൻ തന്നെ സേവിച്ചു അസത്യം. എത്രയും പരമ ആരുണിയൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞത് കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീ നാരായണ സ്വാമി പരമൻ പരമാത്മാ താനരവിന്ദോത്ഭവൻ തന്നോടു സത്യം ചെയ്തു. മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ യൗവണ്ണമല്ലെന്നാക്കുവാനോളാരിടോ നന്നു നിന്ന ജ്ഞാനം ഞാനിങ്ങനെയോർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം. ഉത്തിഷ്ഠ മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റി കൊണ്ടിങ്ങു പോന്നിടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതായില് എന്നുടെ വാർക്കൂണാക്കിടുന്നതിന്നു നിന്നെ എന്നതോ കേട്ടു വിചാരിച്ചിതു മാരീചനും. നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ ഇടണം. പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലിന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജ ഭവാനാജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീനാരായണൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തി അന്ധരൻ തേരിലാം മാറും അരേറിനാൻ. ചെന്താർബാണനും തേരിലേറിനാനതു നേരം ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസിനുമന്ധനായി ചമഞ്ഞിതു. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലകൾ കൊണ്ടു ചേർത്തു മുക്തഭാവത്തോടോരോ ലീലകൾ കാട്ടി കാട്ടി കാട്ടിനുൾപ്പൊക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയുമനുരംഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമതലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി
സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിചേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേ ആദേ ആദേ കേൾനീ. രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തി ജനജേ. നീയൊരു കാര്യം വേണമതിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിടേണം. വന്നി മണ്ഡലത്തിങ്കൾ മറിഞ്ഞു വസിക്ക നീ ധന്യേ. രാവണവധം കഴിഞ്ഞു ഓടുവോളം ആശ്രയാശങ്കയോലാരോടിരുന്നിടണം ജഗതാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകീദേവിതാനും കോമളഗാത്രിയായ മായാസീതയത്ര പർണശാലയിലായി വന്നി മണ്ഡലത്തിങ്കൾ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയുമപ്പോൾ. മായാനിർമ്മിതമായ അനമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ അനമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലെതിനേതുമെത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ടെത്രയുമെന്നു തോന്നും. കളിപ്പാനതി സുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയവൾ ഒരു ഭവയുമുണ്ടാവാതെ. യാതുദാരന്മാരുണ്ടു ആനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടി അണഞ്ഞടുത്തു കൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പതുത്വമോടു ദൂരെ ഉദിച്ചു ചാടുമപ്പോൾ. ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരമെങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റു എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനുമതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദന
കരഞ്ഞാനയ്യോ പാപം. ഹാ ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര. ഹാ ഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അന്ത്രജനുടെ വിലാപങ്ങൾ കേട്ടിലേ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുൻപേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോവീരന്മാരിപ്പോൾ ഒന്നുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണനതു കേട്ടു ജാനകിയോട് ചൊന്നാൻ, ദുഃഖിയാരേ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മായി വന്നതമെന്നല്ല. ചോരനെത്രയുമേവം അറിഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനുമിതു കേട്ടു പോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തിന്ധരൻ തനിക്കയത്തിനുള്ളു പായമിതെന്തെന്നറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകവാസികൾ ആർക്കും ജയിച്ചു കൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രി ചാരികളുടെ മായയിതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടു ഇലരക്ഷണാൽ വിശ്വസംഹാരം ചെയ്താൽ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകിയതു കേട്ടു കണ്ണുനീർത്തൂകി മനസ്സേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം. രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം. ഭാതൃനാശത്തിനത്രേ കാംക്ഷിയാവുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ. ഞാനിതോർത്തിയില്ലയല്ലോ രാമനാശാം കാക്ഷിതനായ ഭരതന്റെ കാമസിദ്ധ്യർത്ഥമവൻ തന്നുടെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും രാവണനാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങു ചെല്ലുവാനൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനുമെന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാനറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണ്യോദ്യതനായ നിന്നെ സോദരബുദ്ധ്യാധരിച്ചീല രാഘവനേതു. രാമനൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരും പൊത്തി പുനരവളോടുര ചെയ്ത. നിനക്കു നാശമടുത്തിരിക്കുന്നിതു പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതൊന്നും
വനദേവതമാരെ പരിപാലിച്ചു കൊള്ളുവിൻ. മനുവംശാദീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. അന്തരും ദശ അന്തരൻ മദനബാണന്തനായി അവതരിച്ചിടിനാനവനിൽ. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടജാഗണേ വന്നു നിന്നിതു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാസീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചു കൊണ്ടിത്തിരി നേരമിരുന്നിടുക തപോനിധേ. ഭർത്താവ് വരുമിപ്പോൾ തൊൽപ്രിയമെല്ലാം ചെയ്യും ശുത്രഢാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുക്തലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൾ. അമലവിലോചനെ അമനീയാംഗിനിയാരമലേ ചൊല്ലിടു നിന്റെ അമിതാവാരെന്നതും. നിഷ്ഠുരജാതികളാം രാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുള്ള ആനനഭൂമി തൻ നീയൊരു നാരീമണി താനേ വാഴുന്നതെന്തൊരായുധപാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനീ സുതയതു കേട്ടുര ചെയ്തിടിനാൾ. മേദിനീ പതിവരനാമയോധ്യാധിപതി വാട്ടമില്ലാത്ത ദശരഥനാം നൃപാധിപജ്യേഷ്ഠനന്ദനായ രാമനത്ഭുതവീര്യൻ തന്നുടെ ധർമ്മപത്നി ജനആത്മജ ജ്ഞാനോ ധന്യനാമനുജനും ലക്ഷ്മണനുമെന്നു നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായിങ്ങു വന്നിരിക്കുന്നു ദണ്ഡവനം തന്നെ 14 ആണ്ടു അഴിവോളം വേണം താനും അതിനു പാർത്തിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിന്തിരുവടിയെ ഞാനറിഞ്ഞില്ലേതും പുനരെന്തിനായെഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗളശീലേ ബാലേ പങ്കജവിലോചനേ പഞ്ചബാണാധിവാസി പൗലസ്ത്യനായനാം രാക്ഷസരാജാവു ഞാൻ. ത്രൈലോക്യത്തിങ്കലെന്നെ ആരറിയാതെയുള്ളു നിർമ്മലേ കാമപരിതപ്തനാൽ ചമഞ്ഞു ഞാൻ. നിന്മൂലമതിന്നു നീ പോരേണം മയാ സാഗം. ലങ്കായാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം
ഇങ്കരനായേന്തവലോകസുന്ദരീനാഥേ താപസവേഷം പൂണ്ട രാമനാലെന്തു ഫലം താപമുൾക്കൊണ്ടു ആറ്റിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധനി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ട ഭയത്തോടും ഭാവവൈരണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവോളം നീ ചൊല്ലുന്നായിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗമിപ്പോൾ വരുമിപ്പോൾ മേദിനീപതി മമ ഭർത്ത ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശരത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ മൂഢാത്മാവേ രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം അഞ്ജനശൈലാകാരം കാണായ നേരമുള്ളിലഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവ പത്നിയെയും തേരതിലെടുത്തു വച്ചാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും. ഹാ രാഘവ മമ സൗമിത്രേ ആരുണ്യാബ്ദേ മൽപ്രാണീശ്വര പാഹി മാ ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും തിഷ്ഠാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കണ്ടുകൊണ്ടെവിടെ പോകുന്നു മൂഢാത്മാവേ. അന്തരത്തിങ്കൽ ചെന്നു ശുനൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ ബന്ധതി മന്ധ്യേ പരമോന്നത ബുദ്ധിയോടും ശുന്ദ്രരാജനുമൊരു പത്രവാനായുള്ളൊരു കുന്ദ്രരാജനെ പോലെ ബന്ധവൈരത്തോടതി റുദ്ധനായഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൾ. അഗ്നിയും പത്രാതില ശുദ്ധമായി ചമയും നിതന്ത്രികളെ ഇളകുന്നു ഇന്ദ്രുതമതുനേരം ആൽനഖങ്ങളുണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനങ്ങളും ഈറിമുറിഞ്ഞു വശം കെട്ടു തീഷ്ണ തുണ്ടാഗ്രം കൊണ്ടു തീർത്തണം തകർത്തിടു ആക്ഷണം കൊണ്ടു ഒന്നു വീഴ്ത്തിനാലശ്വങ്ങളെ രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയുമൊടുങ്ങീതേ നാത്തിമൂണ്ടുഴന്നൊരു രാത്രി ചാരീന്ദ്രനപ്പോൾ ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തു തൻ
ചന്ദ്രഹാസമിളക്കിലകുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചവനപ്പോൾ അക്ഷിതന്നിൽ വീണാനക്ഷമനായിട്ടവൻ. രക്ഷോനായകൻ പിന്നെ ലക്ഷ്മീ ദേവിയെയും കൊണ്ടക്ഷതചിത്തത്തോടു ദക്ഷിണ ദിക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനിലുറ്റവരായിട്ടെന്നോർത്തിട്ടിട്ടു വീണിടുന്ന കണ്ണുനീരോടുമപ്പോൾ അറ്റാർ ഉഴലിയാം ജാനകീ ദേവിതാനും ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോയി എന്നു പൃഥ്വിപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വിമണ്ഡലമന്നാശു മേൽപോട്ടു പോയാൾ. അയ്യോ രാഘവ ജഗന്നായകാ ദയാനിധി, നീ എന്നെ ഉപേക്ഷിച്ചിതെന്തു കാരണം നാഥ? രക്ഷോനായകനെന്നെ കൊണ്ടിതാ പോയിടുന്നു. രക്ഷിതാവായിട്ടാരുമെനിക്കില്ലയോ പാപം. ലക്ഷ്മണ, നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരദയാനിധേ. രാമ രാമാത്മരാമലോ അഭിരാമ, ഭൂമി ദേവിയുമെന്നെ വെടിഞ്ഞാളിതു കാലം. പ്രാണവല്ലഭ പരിത്രാഹിയാം മാം ജഗൽപദേ, ഔണപാതിപനെന്നെ ഒന്നു ഭക്ഷിക്കും മുൻപേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ. സത്വചേതസ മഹാസത്വവാരിധേ നാഥ. ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന് ശങ്കയാ നത്തഞ്ചരൻ ചിത്തവേഗേന നടന്നിടിനാനതു നേരം. പൃഥ്വിപുത്രിയും ഈർപ്പോട്ടാശു നോക്കുന്നേരം ആദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ. വിദ്രൂതം വിഭൂഷണ സഞ്ജയമയച്ചോ തന്നുത്തരീയാർദ്ധ ഖണ്ഡം കൊണ്ടു ബന്ധിച്ചു. രാമഭദ്രനു ആർമാൻ യോഗം വരി എന്ന അതാരിൽ സ്മൃത്വാ ഇപ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി. മത്തനാം നത്തഞ്ചരനറിഞ്ഞീലതുമപ്പോൾ അപ്തിയുത്തരീയ തൻപത്തനം ഗത്വാ തൂർണം ശുദ്ധാന്തമന്ത്യേ മഹാസോ അകാനനദേശേ ശുദ്ധഭൂതലേ മഹാശിംശപാദരുമൂലേ ഹൃദ്യമാരായ നിജ രക്ഷോ നാരികളെയും നിത്യവും പാലിച്ചുകൊൾ എന്നുറപ്പിച്ചു തൻ്റെ വസ്ത്രമുൾപ്പുവസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകീ ദേവി പാതിവൃത്യമാശ്രിത്യ വസിച്ചിടിനാളതു കാലം. വസ്ത്ര കേശാദികളുമെത്രയും മലിനമായി വസ്ത്രവും
കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാനനിഷ്ഠയാ ബഹുയാമിനീചര കുലനാരികളുടെ മധ്യേ നിഹാരശീതാ തപാതപീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചാതാംഗമുൾക്കൊണ്ടു മായാസങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കുമില്ലാത്തോ.